കേരളവിഷൻ ന്യൂസ് ഇംപാക്ട്. മലപ്പുറം വെണ്ടേക്കൊമ്പോയിലിൽ സ്വകാര്യ ക്വാറിയിലെ മൺകൂന അപകട ഭീഷണിയായ സാഹചര്യത്തിൽ നടപടിയുമായി അധികൃതർ. ക്വാറിക്ക് അടിയന്തര സ്റ്റോപ്പ് മെമ്മോ നൽകി പഞ്ചായത്ത് സമീപത്തുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മൺകൂന അതീവ അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ട് നൽകി വില്ലേജ് ഓഫീസർ. നടപടി കേരളവിഷൻ വാർത്തയ്ക്ക് പിന്നാലെ. വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുക്കം ചേരുന്നു. റഫീഖ്, ഏതായാലും ഇന്നലെയാണ് നമ്മൾ ഈ ഒരു വാർത്ത നൽകിയത്. ഈ ഒരു നിരവധി കുടുംബങ്ങളാണ് ഈ ഒരു അപകട ഭീഷണിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വിവരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ കേരളവിഷൻ വാർത്തയെ തുടർന്ന് ഇപ്പോൾ നടപടികൾ അധികൃതർ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത്. എന്തായാലും ചാലിയാർ പഞ്ചായത്ത് നിലവിൽ ഈ കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. കേരളവിഷൻ വാർത്തയെ തുടർന്നായിരുന്നു പുള്ളിപ്പാട് വില്ലേജ് ഓഫീസർ അനീസയും അതുപോലെ ചാലിയാർ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തുകയും നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും അതുപോലെ അവിടെ അതീവ ഗുരുതരാവസ്ഥയിലാണ് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ട് കളക്ടർക്കടക്കം ഈ വില്ലേജ് ഓഫീസർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ഇവിടുത്തെ ഈ സാഹചര്യം കണക്കിലെടുത്ത് ഈ വീട്ടുകാരെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു വീട്ടുകാർ മാറുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും പോലീസിന്റെ സഹായത്തോടുകൂടി അവരെയും മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതരുള്ളത്. എന്തായാലും നിലവിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് വില്ലേജ് ഓഫീസർ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമ്മുടെ കേരളവിഷൻ വാർത്തയെ തുടർന്ന് ഇത്തരത്തിൽ വലിയൊരു നടപടിയിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നത്. റഫീഖ്, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു സമീപത്തുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ നമ്മളോടൊപ്പം ഈ പ്രദേശവാസി ചേർന്നിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നത് ശാശ്വതമായ ഒരു പരിഹാരം ഈ ഒരു സംഭവത്തിൽ തങ്ങൾക്ക് എപ്പോഴും ഇത്തരത്തിൽ മഴ അപകട ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ മാറി താമസിക്കാൻ ഒരു സാഹചര്യമല്ല. ഈ സംഭവത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് അവർ പറയുകയുണ്ടായിരുന്നത്. ഈ ഒരു വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ നല്ലൊരു നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാവുന്നത്. കാരണം ഇതൊരു പ്രാഥമിക നടപടിയാണ്. അത് തുടർന്നും അത് ഇവർക്ക് അനുകൂലമാവുന്ന ഈ പ്രദേശവാസികൾക്ക് അനുകൂലമാവുന്ന രീതിയിലേക്ക് മാറും എന്ന് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത്. എന്തായാലും ഈ നേരത്തെ ദീപ്തി പറഞ്ഞ പോലെ ഇവിടെയുള്ള ആളുകൾക്ക് മാറി താമസിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത ഒരു സാധാരണ കുടുംബങ്ങളാണ്. വെറും 10 സെന്റും വീടും മാത്രം ഉള്ള ഒരു ഏരിയ. തങ്ങൾ ജനിച്ചു വളർന്ന ആ ഒരു വീട് വിട്ട് എത്ര കാലം മാറി നിൽക്കുമെന്നുള്ളൊരു ആശങ്കയിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. എന്തായാലും ഈ മഴയുള്ള ഒരു സമയത്തായതുകൊണ്ട് തന്നെ ആ മണ്ണ് മാറ്റൽ ഇപ്പോൾ അത് ശാശ്വതമല്ല എന്നുള്ള ഒരു ഇതും കൂടെ വരുന്നുണ്ട്. കാരണം ഈ മഴയത്ത് അത് മാറ്റാൻ ശ്രമിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് കൊണ്ട് തന്നെ അതൊരു ആശ്വാസത്തിലേക്കാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശത്ത് മഴയുടെ ഒരു സാഹചര്യമുണ്ടോ, അതോ ഇപ്പോൾ മഴ ഒന്ന് ശമിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണോ? മഴയുണ്ട്. മലയോര മേഖലയിലും കാര്യമായിട്ട് മഴ തന്നെ ഇടപെട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ പോലെ പരക്ക മഴയല്ല, ഇടപെട്ടുള്ള നല്ല ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഓരോ മഴ പെയ്യുമ്പോഴും അവിടെ ഉള്ള ആളുകൾ ഓരോ ഭീതിയിലാണുള്ളത്. പ്രത്യേകിച്ച് വയനാട്ടിലെ ഈ മണ്ണിടിച്ചിൽ തൊട്ടടുത്ത ദിവസങ്ങളായതുകൊണ്ട് തന്നെ ആ ഒരു ഭീതി വളരെയധികം ഇവരെ അലട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വാർത്തയെ തുടർന്നുണ്ടായ ഈ ഒരു നടപടി നേരിയ ഒരു ആശ്വാസം നൽകിയിരിക്കുകയാണ് ഇവർക്ക്. ശരി റഫീഖ്, തുടരുക. ഏതായാലും ഇന്നലെ നമ്മളോടൊപ്പം ചേർന്നിരുന്നു അർച്ചന എന്ന പ്രദേശവാസി. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ അർച്ചന. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഒരു സംഭവത്തിൽ ഒരു നല്ലൊരു നടപടി അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കും എന്ന ഒരു പ്രതീക്ഷ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഒരു ക്വാറിക്ക് ഇപ്പോൾ എന്തായാലും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണോ? ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ വാർത്തയിലൂടെ ഞങ്ങൾക്ക് ഇപ്പം ഒരു പ്രതീക്ഷ തരുവാണ് അധികൃതര്. ഏതായാലും കോറിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം നല്ലൊരു വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. തൽക്കാലം ഞങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു സമാധാനം. എന്തായാലും മാറി താമസിക്കുന്ന നിലവിൽ നിലവിൽ മാറി താമസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ മാറി താമസിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു പ്രദേശത്തിന് അടുത്ത് തന്നെയാണോ മാറി താമസിക്കുന്നത്, അതോ ഇനിയിപ്പോൾ ഈ ഒരു മഴ തോരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു പ്രദേശത്തേക്ക് തന്നെ വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാമെന്ന ഒരു ഉറപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ടോ? അങ്ങനെ വരെ പറയുന്നില്ല. അവർക്ക് നമുക്ക് വേണ്ട സഹായം ചെയ്യാം. നിലവിൽ മാറി താമസിക്കണമെന്ന് തന്നെയാണ് കുറച്ച് മുന്നേ വിളിച്ച പോലെ വില്ലേജ് ഓഫീസറോട് പറഞ്ഞു, അവിടെ തങ്ങാൻ നിൽക്കണ്ട, നിങ്ങൾ
മേളിത്തരം തുടരണമെന്നാണ് പറയുന്നത്. കാറ്റും മഴയും അതുപോലെ ശക്തമാണ് ഇപ്പോഴും. വലിയ കുറവെന്ന് പറയാറായിട്ടില്ല. ഒരാഴ്ച എന്തായാലും എടുക്കുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇപ്പൊ അലേർട്ടുകൾ നിൽക്കുന്നുണ്ട്, നിലവിൽ നിൽക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണി പറയുന്നുണ്ട്. 10-ാം തീയതി വരെ ഉരുൾപൊട്ടൽ ഭീഷണി പറയുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ അവിടെ തന്നെ നിൽക്കണമെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും ഏതായാലും ഈ ഒരു ക്വാറിക്ക് ഇപ്പോൾ ഒരു സ്റ്റോപ്പ് മെമ്മോ അടിയന്തരമായ ഒരു സ്റ്റോപ്പ് മെമ്മോ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ക്വാറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തലാക്കണം എന്നൊരു ആവശ്യം തന്നെയല്ലേ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഉറപ്പായിട്ടും ഒരു നാടിന്റെ ഒറ്റ ആവശ്യം മാത്രമാണ്. ഈ ഒരു കോറി ഒന്ന് നിർത്തലാക്കിയാൽ മാത്രമേ ഇനിയുള്ള ജീവിതകാലം ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തിൽ കഴിയാൻ പറ്റുള്ളൂ. ഈ ഒരു മഴക്കാലത്ത് താൽക്കാലിക ആശ്വാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് നിലവിൽ നിർത്തുക. ഇതിങ്ങനെ ഒരു പ്രദേശത്ത് ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കരുതെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഒരുപാട് ജീവനും ജീവിതമാണ് ഇതിലെ വഴിമുട്ടി പോകുന്നത്. ഹലോ, ശരി, എന്തായാലും വളരെയധികം നന്ദി ശ്രീ അർച്ചന. റഫീഖ് ചേരുന്നു നമ്മളോടൊപ്പം. റഫീഖ്, ഏതായാലും കേരള വിഷന്റെ വാർത്തയിലൂടെ അവർക്ക് ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം എത്രമാത്രം ഭീതിയോടെ തന്നെയായിരിക്കും അവർ ഈ ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ഓരോ നിമിഷവും എന്താണ് സംഭവിക്കുക എന്ന് അറിയാതെ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ അടിയന്തരമായ ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയതിൽ അവർ പൂർണ്ണ സംതൃപ്തരാണ് എന്നതാണ് ഇപ്പോൾ അർച്ചനയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്. റഫീഖ്, തുടരാം. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രദേശവാസികൾക്ക് ആശ്വാസമായൊരു വാർത്ത തന്നെയാണ് ഇന്ന് ഇപ്പം ഈ അധികൃതർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർ നമ്മുടെ കേരള വിഷന്റെ വാർത്ത കണ്ടതിന് ശേഷം അവിടെ സ്ഥലം സന്ദർശിക്കുകയും അവിടെ നേരിട്ടെത്തി അതിന്റെ ഈ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇത് ഇപ്പൊ ലീസിന് നടത്തുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നിലമ്പൂർ സാൻഡ് മെറ്റൽസ് എന്നുള്ള പേരിലാണ് ഇപ്പം അതിന് ലൈസൻസ് ഉള്ളത്. അത് ലീസിന് എടുത്ത ആളുകൾക്കും അതുപോലെ ഇതിന്റെ യഥാർത്ഥ ഓണർക്കും രണ്ടുപേർക്കും സ്റ്റോപ്പ് മെമ്മോന്റെ പേപ്പർ കൊടുത്ത് അവിടുന്ന് റെസിപ്റ്റ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടും അതുപോലെ ഈ സ്റ്റോപ്പ് മെമ്മോ ഒക്കെ ഇവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ഇനി അതിനു വേണ്ടിയിട്ട് ഈ എന്താണ് ഭാവിയിൽ എന്താണ് അതിന്റെ ശാശ്വത പരിഹാരം എന്നുള്ളതിന്റെ ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് എത്രത്തോളം എങ്ങനെയാണ് ഇതിന് മറികടക്കാനാവുക എന്നുള്ളൊരു ആശങ്ക കൂടി ഇവര് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ഈ അവസ്ഥ വാർത്തയെ തുടർന്നുണ്ടായ ഈ നടപടി അവരെ ആശ്വാസം നേടിയിട്ടുണ്ട്. ശരി, എന്തായാലും ഈ കേരള വിഷൻ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഏതായാലും ഈ ഒരു ക്വാറിക്ക് അടിയന്തര സ്റ്റോപ്പ് മെമ്മോ എന്തായാലും പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. ഈ സമീപത്തുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളോടൊപ്പം പ്രദേശവാസി ഇന്നലെയും നമ്മളോടൊപ്പം ഈ അർച്ചന എന്ന പ്രദേശവാസി ചേർന്നിരുന്നു. ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായ ഒരു നടപടി വേണം എന്നത് അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും ക്വാറിക്ക് അടിയന്തരമായ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ നടപടിയിൽ എന്തായാലും അവർ പൂർണ്ണ സംതൃപ്തരാണ്. എന്നാൽ ഈ ഒരു ക്വാറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തണം എന്ന ആവശ്യം തന്നെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സമീപത്തുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മൺകൂന അതീവ അപകടാവസ്ഥയിലാണ് എന്നത് റിപ്പോർട്ടും വില്ലേജ് ഓഫീസർ നൽകിയിട്ടുണ്ട്. ശേഷം അവിടെ മാറാൻ പറഞ്ഞു. ഒരു കുടുംബം മാറിയിട്ടുണ്ട്. തൊട്ടടുത്ത കുടുംബം വില്ലിങ് അല്ലായിരുന്നു. പോലീസ് സഹായത്തിൽ അവർ മാറാമെന്ന് പറഞ്ഞില്ല. രാത്രിയോടുകൂടി മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാറിയതായിട്ടാ അറിയുന്നത്. രണ്ടു കുടുംബം മാറി ഇപ്പൊ അവിടുന്ന്. പിന്നെ അവിടെ കണ്ടിട്ട് എന്തായിരുന്നു നിങ്ങളൊരു റിപ്പോർട്ട് കൊടുക്കുന്നത്? എങ്ങനെ അത് അപകടാവസ്ഥയിൽ തന്നെ അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ മറ്റേ പഞ്ചായത്ത് ഇപ്പൊ ഒരു സ്റ്റോപ്പ് കൊടുത്തു എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു മാഡം. ശരി. ഏതായാലും കേരള വിഷൻ വാർത്തയ്ക്ക് പിന്നാലെ എന്തായാലും നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ അപകട ഭീഷണിയായിരുന്ന മൺകൂന ഈ ഒരു ക്വാറിയുടെ പ്രവർത്തനത്തിന് അടിയന്തരമായ ഒരു സ്റ്റോപ്പ് മെമ്മോയാണ് ഇപ്പോൾ പഞ്ചായത്ത് നൽകിയിരിക്കുന്നത്. മലപ്പുറം വെണ്ടേക്കുംപോലിൽ സ്വകാര്യ ക്വാറിയിലെ മൺകൂനയാണ് ഇത്തരത്തിൽ കുടുംബങ്ങൾക്ക് അപകട ഭീഷണിയായി നിന്നിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അധികൃതരുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. കേരള വിഷൻ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ക്വാറിക്ക് അടിയന്തര സ്റ്റോപ്പ് മെമ്മോ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. സമീപത്തുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മൺകൂന അതീവ അപകടാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടും വില്ലേജ് ഓഫീസർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേരള വിഷൻ ന്യൂസ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. റഫീഖ് തോട്ടുമുഖമാണ് വിവരങ്ങൾ നൽകിയത്.